ഞാനിപ്പം എൻ്റെ ശ്വാസത്തെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശ്വാസം വരുന്നതും പോകുന്നതും. ബ്രത്ത് വാച്ചിങ്, ശ്വാസത്തെ നിരീക്ഷിക്കുക. ബ്രത്ത് വാച്ചിങ് ഈസ് എ ടൈംലെസ് ടെക്നിക്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്നിക്ക് 1,00,000 കൊല്ലം മുമ്പും ഇനി 1,00,000 കൊല്ലം കഴിഞ്ഞാലും മാറുകയില്ല, എഫക്റ്റീവാണ്. ഇപ്പൊ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ മെഡിറ്റേഷനായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അതെല്ലാം ശ്വാസം നോക്കുന്ന ടെക്നിക്കാണ്. ഓക്കെ, എല്ലാം യൂട്യൂബിലുണ്ട്. 1,00,000 വർഷം കഴിഞ്ഞാലും ഈ വീഡിയോ അന്ന് കാണുന്ന ആൾക്കും റിസൾട്ടാണ്. കാരണം ടെക്നിക്ക് മാറുന്നില്ല, മറ്റു കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട്. ഇപ്പം ഈ ക്യാമറയിലാണ് എന്റെ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ക്യാമറ മാറും, അതിന്റെ ടെക്നോളജി മാറും, സൗണ്ട് സിസ്റ്റം മാറും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എയുടെ രീതികൾ മാറും, കണ്ടുപിടുത്തങ്ങൾ മാറും, എല്ലാം മാറും. പക്ഷെ ശ്വാസം മാറുന്നില്ല. ആ ശ്വാസം നോക്കുന്ന ടെക്നിക്ക് ടൈംലെസ് ആണ്. എത്ര വർഷം കഴിഞ്ഞാലും ആ വീഡിയോയ്ക്ക് ആ ഇമ്പോർട്ടൻസ് ഉണ്ട്. അന്നുള്ള മനുഷ്യർ അത് കാണാം, മനസ്സിലാക്കാം, പഠിക്കാം. മറ്റു കാര്യങ്ങളെല്ലാം മാറും, ടെക്നോളജി എല്ലാം മാറും, കംപ്ലീറ്റ് കാര്യങ്ങൾ മാറും. വളരെ സിമ്പിൾ ആണ് ടെക്നിക്ക്. യൂട്യൂബിനകത്ത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ആർക്ക് വേണമെങ്കിലും കാണാം, ആർക്ക് വേണമെങ്കിലും പഠിക്കാം. ജീവിതം തന്നെ മാറുന്ന ഒരു സംഭവമാണ്. അത്രമാത്രം ശക്തിയുള്ള ആളായി മാറും. മനസ്സിന്റെ കാര്യത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, മസിൽ പവർ അല്ല, മൈൻഡ് പവർ. പ്യുവർ ടെക്നിക്കാണ്. പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതം മാറും, യാതൊരു സംശയമില്ല. കാര്യം അനുഭവത്തിന്റെ വെളിച്ചത്താണ് ഞാൻ പറയുന്നത്. ജീവിതത്തിൽ മാജിക് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കിന് അത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എൻ്റെ മകൻ ഉണ്ണിക്കുട്ടൻ, ഫിലിപ്പ് എന്നാണ് ഒഫീഷ്യൽ നെയിം, അവന്റെ പ്രസൻസ് നഷ്ടപ്പെടാൻ പോവുക. ഞാൻ വീണ്ടെടുത്തവനാ, എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. മരണം വരെ അത് കാണും. പോയിട്ട് വീണ്ടെടുക്കുന്നതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മളാണ് തപ്പിയെടുത്തത്, നമ്മളാണ് അറിഞ്ഞത്, ഞാനാണ് തപ്പിയെടുത്തത്. അതിനി പോകത്തില്ല. മറ്റേത് അങ്ങനെയല്ല, നഷ്ടപ്പെടാൻ പോവുക. പിന്നെ എന്ന് വീണ്ടെടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തില് സ്വന്തം മകനെ പോലും എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. സ്വന്തം മകന്, അവനെ പോലും എനിക്ക് അത് പ്രസൻസ് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു വിദ്യയും ലോകത്തില്ല. അവന്റെ നഷ്ടപ്പെട്ട ശേഷം വീണ്ടെടുക്കണം. അവനെ എനിക്ക് സഹായിക്കാൻ പറ്റത്തില്ല. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവനെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവനെ, ഉണ്ണിക്കുട്ടനെ. പക്ഷെ കാര്യമില്ല, എനിക്ക് അവനെ സഹായിക്കാൻ പറ്റുകയില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ.